ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പൈത്തൺ എനിവറിൽ നമ്മളൊരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അഡ്മിൻ പേജ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പലരും നമ്മളോട് കംപ്ലൈൻറ്റും അതേപോലെ തന്നെ പലരും നമ്മളോട് വിളിച്ചന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അതിൽ അഡ്മിൻ പേജ് വർക്ക് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ നമ്മളെ ലോക്കൽ ഹോസ്റ്റിൽ അത് നമ്മളെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഹോസ്റ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്കിത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ CSS ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മളിതിൻ്റെ അഡ്മിൻ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ എന്ത് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് ഇതിൻ്റെ CSSഉം അതേപോലെ തന്നെ നമ്മൾ ആ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, എന്തുകൊണ്ടാണ് ഇതിൽ CSS വർക്ക് ചെയ്യാത്തത്, ആ CSS വർക്ക് ചെയ്യാത്തത് എങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ, അതായത് നമുക്കിതിൻ്റെ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ഫയലിൽ പോയതിന് ശേഷം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ടു ഡു, അത് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് എന്ന ഫയലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ടു ഡൂയിൽ തന്നെ പോയിട്ട് സെറ്റിങ്സ് എന്ന ഫയൽ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ സ്റ്റാറ്റിക് പേജ് ആഡ് ചെയ്യുന്ന ഒരു സെക്ഷന്, ആഡ് ചെയ്യുന്ന ഒരു ഭാഗം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വരിക, ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്നുള്ള ഈ ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക സ്റ്റാറ്റിക് അണ്ടർസ്കോർ റൂട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു OS ഡോട്ട് പാത്ത്, അതിനുശേഷം ഡോട്ട് ജോയിൻ, അതിനുശേഷം ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ബേസ് അണ്ടർസ്കോർ ഡയറക്ടറി DIR എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക, സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇത്രയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഈ OS എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ വന്ന് ഇമ്പോർട്ട് OS എന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക, ഇമ്പോർട്ട് OS എന്നും ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ പ്രൊജക്റ്റ് ഫോളോ ചെയ്യുന്നവർ, നമ്മൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇത് നമ്മൾ ഓൾറെഡി എല്ലാ പ്രൊജക്റ്റിലും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പുതിയതായിട്ട് ചെയ്യുന്നവർ, അതായത് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാത്തവരോ അല്ലെങ്കിൽ മറ്റു വീഡിയോസുകളൊക്കെ ഫോളോ ചെയ്യുന്നവരോ ആണെങ്കിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവരതിലേക്ക് ആഡ് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ വന്ന് കൺസോൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ ചെയ്ത ബാഷ് കൺസോൾ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഈ ടെർമിനലിൽ നമ്മൾ ജസ്റ്റ് ഒരു കോഡ് കൂടി ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യാം പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ്, അതിനുശേഷം കളക്ട് സ്റ്റാറ്റിക് എന്നൊരു ഫങ്ഷൻ ഉണ്ട്, അതിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കളക്ട് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ എല്ലാ സ്റ്റാറ്റിക് ഫയലുകളും ഏതാണ്ട് 126 സ്റ്റാറ്റിക് ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ലിങ്കും നമുക്കിവിടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് വെബ് ഓപ്പൺ ചെയ്യുക. വെബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഏറ്റവും താഴെയായിട്ട് ഇവിടെ സ്റ്റാറ്റിക് ഫയൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ URL എന്ന ഭാഗത്ത് ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊരു ഇവിടെ വന്ന് ഈ ടിക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ആ കോപ്പി ചെയ്ത ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി സേവ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് എഗെയിൻ ഇതൊന്നുകൂടി നമുക്ക് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് അഡ്മിൻ എന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ അഡ്മിൻ പേജ് ഇവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ യൂസർ നെയിം എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, പാസ്വേഡ് നമ്മളിവിടെ ചേർത്തു, ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് കറക്റ്റായിട്ട് ഈ പേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത്
ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെ കറക്റ്റായിട്ട് ഇവിടെ അഡ്മിൻ പേജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് പൈത്തൺ എനിവെയറിൻ്റെ പേജിൽ പോവുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫയൽസ് എന്ന ഭാഗം ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നമ്മളെ ടു ഡു നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര്, അതിൻ്റെ ഉള്ളിൽ നമ്മളെ മെയിൻ ആപ്പിൻ്റെ പേര്, അതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഈ സ്റ്റാറ്റിക് എന്ന ഭാഗത്ത് ഈ ലൈൻസ് ഓഫ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ട് OS എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇമ്പോർട്ട് OS എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് കൺസോളിൽ പോവുക. ഇവിടെ വന്ന് കൺസോൾ നമുക്കിവിടുന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കൺസോളിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ജസ്റ്റ് ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് ഈ ഒരു കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. പൈത്തൺ സ്പേസ് manage.py സ്പേസ് കളക്ട് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഫയൽ കോപ്പി ചെയ്തൊരു ലിങ്ക് നമുക്കിവിടെ കിട്ടും. ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് വെബ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യാം. വെബ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ ഭാഗത്ത് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്നൊന്ന് റീലോഡ് ചെയ്ത് നമുക്കിത് റൺ ചെയ്യിപ്പിക്കുക. ഇവിടെ വന്ന് റൺ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് ജസ്റ്റ് /admin എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ അഡ്മിൻ പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വാട്സപ്പ് ചെയ്യാൻ നോക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.